കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. എന്താ ഉറക്കം വരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. കാസർഗോഡ് കുമ്പളയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച യൂട്യൂബർക്കെതിരെ കേസ്. ഹെലൻ ഓഫ് സ്പാർട്ട എന്ന ധന്യക്കെതിരെയാണ് കേസ്. വാഹന പരിശോധനയ്ക്കിടെ കടന്നു കളഞ്ഞെന്ന് എഫ്ഐആർ. നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ഈ അടുത്തിടെയായിട്ടാണ് ഈ എന്റെ കാസറ്റ് കിക്ക് എന്ന് പറയുന്ന സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ, നമ്മുടെ തൊപ്പിയൊക്കെ സ്ട്രീം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ ലൈവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. ഇവനകത്ത് ഏറ്റവും വലിയൊരു അബദ്ധം പറ്റി ഈ എന്റെ കാസറ്റിന്. ഇവൻ ലൈവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫോണിനത് ലൈവ് ഓഫ് ആക്കി. പക്ഷെ ലാപ്പിനകത്ത് ലൈവ് ഓഫ് ആക്കാൻ മറന്നുപോയി. അത് കൃത്യമായിട്ട് ഇവൻ ലൈവ് ഓഫ് ആയി എന്നും പറഞ്ഞതിന് ശേഷം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കൃത്യമായി ആളുകൾ മൊത്തം കണ്ടു. ഇവൻ അവിടെ നിന്ന് കല്ല് വലിക്കുന്ന വീഡിയോ മൊത്തം ലൈവിനകത്ത് നാട്ടുകാർ കണ്ടു. സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല വീഡിയോകൾ പോസ്റ്റ് ചെയ്തതിന് IT ആക്ട് 66 പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ശ്രീജിത്ത് പെരുമന നൽകിയ പരാതിയെ തുടർന്നാണ് തൊപ്പി എന്ന യൂട്യൂബർ നിഹാലിനെതിരെ എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസെടുത്തത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ലഹരി ഉപയോഗം എന്നിങ്ങനെയുള്ള ആരോപണങ്ങളും ദൃശ്യങ്ങളും സുഹൃത്തുക്കൾ തൊപ്പിക്കെതിരെ പുറത്തുവിട്ടിരുന്നു. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. അപ്പം ഹനാൻ പറഞ്ഞു വന്ന പ്രകാരം ആന്റണി പെപ്പയുടെ ഈ സ്റ്റോറി, ഈ സ്ത്രീയുമായിട്ടുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ ഹക്കീം ആവശ്യപ്പെടുകയും പെപ്പെ വന്ന് പറഞ്ഞു ഇതൊരു കെട്ടിച്ചമച്ച കഥയാണ്, ഇതിനകത്ത് പെപ്പെ നിരപരാധിയാണ് എന്ന് പെപ്പെ പറഞ്ഞെന്ന് പോലും. അതുകൊണ്ട് ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. ആര് വഴി? ഹനാൻ വഴി. ഇപ്പം ഹനാൻ ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നു എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു പെണ്ണ് കേസ് ഒതുക്കാൻ വേണ്ടിയിട്ട് മീഡിയേറ്റർ ആയിട്ട് നിന്നു എന്നുള്ള കാര്യം ഹനാൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അത് ശരി, അത് ശരിയാണല്ലേ എന്ന് ഇതെനിക്ക് മനസ്സിലാവുന്നതാണ്. 25 ലക്ഷം രൂപ ഹനാൻ തന്റെ ഫ്രണ്ട് ഹക്കീമിന് എത്തിച്ചു, അക്കൗണ്ട് വഴിയും അല്ലാതെയും എത്തിച്ചു. അന്നേരം ഹനാൻ കൃത്യമായി ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിൽക്കുകയാണ്. എടാ, ഇത് സത്യമായ കാര്യമാണോ അതോ സത്യമായ കാര്യമല്ല സത്യമാണോന്ന് അല്ലാന്നോണ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. ബാക്കിയുള്ള ലവ്മാര് വന്ന് പറഞ്ഞത് ഇതേ സാധനം തന്നെയാണ്. ഹനാൻ മീഡിയേറ്റർ ആയിട്ട് നിന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. വേറെ ഒരു അലിഗേഷനും ഹനാന്റെ മുകളിൽ വന്നിട്ടില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.